കാസർഗോഡ് ചെറുവത്തൂരിൽ കിഴക്കേമുറി പാലം അപകടാവസ്ഥയിലായി വർഷങ്ങളാകുന്നു. തേജസ്വിനി പുഴയ്ക്ക് കുറുകെയുള്ള കോൺക്രീറ്റ് നടപ്പാലം തകർച്ചയെ തുടർന്ന് അടച്ചിട്ടതോടെ 100 കണക്കിന് കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിലാണ്. പുഴയ്ക്ക് കുറുകെ റോഡ് പാലം പണിയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേമുറി പുറത്തേമാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് നടപ്പാലം തകർച്ച നേരിട്ടിട്ട് 5 വർഷത്തോളമായി. തേജസ്വിനി പുഴക്കു കുറുകെ 2008 പണിത പാലം പൂർണ്ണമായും തകർന്ന നിലയിലായതോടെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പാലം അടച്ചിടുകയായിരുന്നു. ഇതോടെ പുഴയുടെ ഇരുകരകളിലായി താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുരിതം സഹിക്കുകയാണ്. പഞ്ചായത്താറെല്ലാം വന്നു, അവരെല്ലാം നോക്കിയിട്ടെല്ലാം 2-3 പ്രാവശ്യം അവർ നോക്കിയിട്ട് പോയി. അവർ പറഞ്ഞു നോക്കാന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നുമില്ല. കിഴക്കേമുറി പ്രദേശത്തുള്ളവർക്ക് പാലം കടന്നു വേണം നീലേശ്വര നഗരസഭയിലേക്കും കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും പോകുവാൻ. അതുപോലെ പുറത്തേമാട് പ്രദേശത്തെ കുടുംബങ്ങൾ കോൺക്രീറ്റ് നടപ്പാലം കടന്നു വന്നാണ് ചെറുവത്തൂർ, കാരി, മയിച്ച പ്രദേശങ്ങളിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് പാലം അടച്ചതോടെ ഏറെ ദൂരം സഞ്ചരിച്ചാണ് ഇരുകരകളിലുമുള്ള കുടുംബങ്ങളുടെ യാത്ര. ഇവിടെ തകർച്ചയിലായ പാലം പൊളിച്ചു നീക്കി റോഡ് പാലം പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നീലേശ്വരം വഴി എത്താൻ ഏറ്റവും എളുപ്പം ഈ പാലത്തൂടെയാണ്. അത് മയിച്ച, കാരി, പള്ളിക്കണ്ടം എന്നീ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളത്. തൂണുകളുടെ ബലക്ഷയം കാരണം സ്ലാബുകൾ വലിയ രീതിയിൽ തകർന്ന് ദ്വാരമുണ്ടായ പാലം അടച്ചിട്ടിട്ടും ഇതിലൂടെ ആളുകൾ ചില സമയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഇത് അപകടത്തിനിടയാക്കുന്ന സാഹചര്യമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വളരെ അപകടത്തിലായില്ലേ. എന്നിരുന്നാലും ആൾക്കാർ ഇതിലേ വരുന്നുണ്ട്. ഇതിലെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾക്കെല്ലാം ഭയങ്കര പേടിയാണ്. ഏത് സമയത്ത് ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പാലം ഇത് പണിത് തരണമെന്ന് എനിക്ക് പറയാനില്ല. പാലമടച്ചതോടെ പുറത്തേമാട് പ്രവർത്തിക്കുന്ന UP സ്കൂളിലേക്ക് ഏറെ ദൂരം സഞ്ചരിച്ച് വേണം കുട്ടികളെ കൊണ്ടുവിടാൻ. പുറത്തേമാട് ഭാഗത്ത് തൂണുകൾ ഇളകി പുഴയിലേക്ക് താഴ്ന്നു നിൽക്കുകയാണ്. കാലവർഷത്തിൽ പുഴയിലെ ഒഴുക്ക് ശക്തമായാൽ ഏത് സമയവും തൂണുകൾ നിലംപതിക്കും. ഇത് പുഴയുടെ ഒഴുക്കിനെ അടക്കം സാരമായി ബാധിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്.